ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, നീ അത്യാവശ്യമായിട്ട് ആറ്റുവാശ്ശേരിയിലേക്കൊന്ന് വരണം. ഇവിടെ പ്രിയങ്കമോള് വല്ലാത്ത ബഹളമാ. നിന്നെ കാണണമെന്ന് പറഞ്ഞു ഒച്ച വെച്ചോണ്ടിരിക്കയോ. ഓ, ഞാൻ എത്ര സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. മുത്തശ്ശി, ഞാൻ വരുണ്ട കൂടെ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്ക. അതൊന്നും എനിക്ക് കേക്കണ്ട. സുഖമില്ലാത്ത കുട്ടിയാ. കരഞ്ഞും ബഹളം വെച്ചു അതിനെന്തെങ്കിലും പറ്റിപ്പോയാ ഓ, ഓർത്തിട്ട് മനുഷ്യന്റെ ചങ്ക് കത്തുക. പിന്നെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ നോക്ക്. അയ്യോ മുത്തശ്ശി, അതെ, നിന്നെ കൊണ്ടാ ഇതൊക്കെ പറ്റിയതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി. അവൾ അനുഭവിക്കേണ്ടതാ നീ അനുഭവിക്കുന്നതെന്നേ ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞേ? പ്രിയങ്കയുടെ നാശത്തിന് കാരണം രാധികയാണെന്നോ? അതെങ്ങനെ? അതെ, പ്രിയങ്ക വീട് വിട്ടിറങ്ങിയത് രാധിക കാരണമൊന്നും അല്ലല്ലോ. കൊച്ചുമോള് മുത്തശ്ശൻ കൂടെ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടുപോകുന്ന നാടകം നടത്തിയതല്ലേ? പിന്നെ പ്രിയങ്ക അനുഭവിക്കേണ്ടതാണ് രാധിക അനുഭവിക്കുന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ, അത് ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കോണം. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചതിന്റെ ഇടയിൽ നിങ്ങൾ തിരികെ കയറ്റിയതാ പ്രിയങ്കനെ. അത് വെച്ച് രാധികയുടെ ജീവിതം വേട്ടയാടാൻ പറ്റുന്നതിന്റെ അത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാധിക എന്റെ ഭാര്യ, അവളെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. അതിന് ശ്രമിച്ചോണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും. അത് ശരി. അപ്പൊ നീ ഫോൺ അവന്റെ കയ്യിൽ കൊടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തുക അല്ലേ? ഇതേ ഭീഷണിയൊന്നുമല്ല. ഉള്ള കാര്യങ്ങൾ പറയാലോ. നിങ്ങളുടെ മോള്, കൊച്ചുമോള് പ്രിയങ്കയില്ലേ, അവക്ക് മാനസികമായിട്ട് അസുഖമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് മറ്റാര് വിശ്വസിച്ചാലും ഞാൻ എന്തായാലും വിശ്വസിച്ചിട്ടില്ല. അവളുടെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് രാധികയുടെയും എന്റെ ജീവിതം തകർത്ത് കളയെന്ന് സുകുമാരി മുത്തശ്ശിക്ക് ഒരു മോഹം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. മനസ്സിലായോ നിങ്ങക്ക്? ഇനി മേലിൽ ആവശ്യമില്ലാത്ത രാധിക ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. നമ്മളൊരു യാത്ര പോകുന്നതിനിടയിൽ കൃത്യമായിട്ട് എങ്ങനെയാ പ്രിയങ്കയ്ക്ക് ഈ അസുഖം വരുന്നത്? താൻ ചെല്ലുന്ന നിമിഷങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സമയവും ആ തള്ളയുടെ അടുത്തല്ലേ പ്രിയങ്ക ഉള്ളത്. ഇപ്പൊ എന്താ അവർക്ക് സമാധാനിപ്പിക്കാൻ പറ്റാത്തത്? എടോ, ഇത് അവരുടെ അടവാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാനും പഠിക്കണം. ഇനി അവര് വിളിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. തനിക്ക് മനസ്സിലായോ?